നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് ചീരവർഗ്ഗത്തിൽപ്പെടുന്ന സാമ്പാർ ചീര. ഇതിനെ സിലോൺ ചീര എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് ശ്രീലങ്കയിൽ നിന്ന് വന്നതാണ് എന്നൊരു കൺസെപ്റ്റാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സിലോൺ ചീര എന്ന പേരിൽ അറിയപ്പെട്ടത്. പക്ഷേ പിന്നീടുള്ള ചില പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിൻ്റെ സ്വദേശം ബ്രസീൽ ആണെന്നാണ്. അപ്പോൾ ഇത് പറമ്പുകളിലും തൊടികളിലുമൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നതുകൊണ്ട് ഇതിനെ ചില സ്ഥലങ്ങളിൽ കുപ്പച്ചീര എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇതിന് വാട്ടർ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലാണ്, കുറച്ച് കൊഴുപ്പ് കൂടുതലായിരിക്കും ഇതിന്. അതുകൊണ്ട് കൊഴുപ്പച്ചീര എന്നും ചില സ്ഥലങ്ങളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. എന്തായാലും ഒരുപാട് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ഒരു സസ്യമാണ് ഇത്. ഇത് കുട്ടികളുടെ ബുദ്ധി വികാസത്തിനും ഒക്കെ ഒത്തിരി സഹായിക്കുന്നതാണ്. വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഈ സാമ്പാർ ചീര എന്ന് പറയുന്നത്. പ്രമേഹത്തിനും അതേപോലെ കുടലിലെ ഒരുപാട് പ്രശ്നങ്ങൾക്കും ക്യാൻസർ പോലെയുള്ള പല രോഗങ്ങൾക്കും ഒരു ഔഷധമാണ് ഈ സാമ്പാർ ചീര. അപ്പോൾ ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ പലരും ഇത് വെറുതെ ഒരു ചെടിയായിട്ട് കരുതി, പറമ്പിലും തൊടിയിലും ഒക്കെ നിൽക്കുന്ന വെറും ഒരു ചെടിയായിട്ട് കരുതി ഇതിനെ അങ്ങ് പിഴുതെറിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിത്യേന ഉപയോഗിച്ചാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇത് വെച്ചിട്ടാണ് ഒരു റെസിപ്പി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സാമ്പാർ ചീര വെച്ച് നല്ലൊരു തോരനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ചീരയെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതിലൊക്കെ നന്നായിട്ട് മണ്ണൊക്കെ ഉണ്ടാകും. അപ്പോൾ നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതെല്ലാം കഴുകിയെടുത്ത് അരിഞ്ഞിട്ട് വരാം. ചീരയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തു. അപ്പോൾ ഞാനിത് കുറച്ച് ചക്കക്കുരുവും കൂടെ ചേർത്തിട്ടാണ് തോരൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ചക്കക്കുരു എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനുള്ള അരപ്പുണ്ടാക്കാം. അരപ്പിന് ആവശ്യത്തിനുള്ള തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2 അല്ലി വെളുത്തുള്ളി, എരിവിനനുസരിച്ച് പച്ചമുളക്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വേണ്ട. ഒരു കളർ ചേഞ്ച് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത് ഇത്രയും കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരയണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ അരപ്പൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്ത് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. അത് കാണിക്കുമ്പോൾ പച്ചമുളക് കൂടെ ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്, പക്ഷെ എൻ്റെ കയ്യിലില്ല. ഇനി അരപ്പങ്ങിടാം. കുറച്ച് വെള്ളം ആ ജാറ് കഴുകി ഒന്ന് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇതിലോട്ട്. ചക്കക്കുരുവും കൂടെ ഇടാം. ഇങ്ങനെ ഒന്ന് വാരി ഒതുക്കി വെച്ച് ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ ചീര ഇങ്ങോട്ടിടാം. ചക്കക്കുരു ഇപ്പോൾ ഏകദേശം വേവായി. ഇനി നമുക്ക് ചീരയിടാം. ഈ ചീരയ്ക്ക് പൊതുവേ കുറച്ച് കൊഴുപ്പ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ തോരൻ വെക്കുമ്പോൾ അതിൻ്റെ അരപ്പൊന്ന് വെന്ത് കിട്ടാൻ ഒരു 1-2 സ്പൂൺ വെള്ളം മാത്രം ചേർത്താൽ മതി. അല്ലാതെ ഇതിൽ കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിന് ആവി കയറണം. ഇതെല്ലാം നന്നായിട്ട് ഒതുങ്ങി. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് ആവി കയറ്റി ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒരു ഇലക്കറിയാണ് ഈ സാമ്പാർ ചീര. പറമ്പുകളിലൊക്കെ ധാരാളമായിട്ടുണ്ടാകുന്നതാണ്. ഇതിൻ്റെ ചെറിയൊരു തണ്ട് കൊണ്ട് കുത്തി വെച്ചാൽ തന്നെ ഇത് നന്നായിട്ട് കിളിർത്ത് കിട്ടും. അപ്പോൾ വീടുകളിലൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഞാനിതിൻ്റെ ചെറിയൊരു തണ്ട് കൊണ്ട് വെച്ച് പിടിപ്പിച്ചതാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഈ ഹെൽത്തി ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.